പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. മോദിയുടേത് വിദ്വേഷ പ്രസംഗമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോഴുള്ള നിരാശയിലാണ് ബിജെപി എന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വോട്ടിനായി ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുകയാണ് പ്രധാനമന്ത്രിയെന്ന് സിപിഐഎം കുറ്റപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിലെ വിവാദ പ്രസംഗം. ആദ്യം നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये? നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ഇന്നലത്തെ പ്രസംഗമാണ്. ഇതിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ആ സാഹചര്യം ഉപയോഗിച്ചിട്ടുണ്ടോ? സുജയ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ പരാതിയുമായി പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതി നൽകും എന്ന് കോൺഗ്രസ് ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യ ഫേസ് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ മോദിക്കും BJPക്കും ഭയമായിരിക്കുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ വർഗീയ പ്രചാരണം നടത്തുന്നത് എന്നാണ് പ്രധാനമായും കോൺഗ്രസ് അടക്കം ആരോപണം ഉന്നയിക്കുന്നത്. ഇന്നലെ രാജസ്ഥാനിലെ റാലിക്കിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. എന്താണെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ ഇതിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഇതിനോടകം തന്നെ പലരും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വന്നു എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. CPM-ഉം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടി സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെല്ലാം ഇതിൽ വിമർശനവുമായി രംഗത്തേക്ക് വന്നു എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മോദിയുടെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതികരണവും ഒപ്പം വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടൊരു പ്രചാരണത്തിലേക്ക് പോകാൻ കൂടി പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുകൂടി വിലയിരുത്തുന്നതാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ പ്രസ്താവനയും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കളാണെങ്കിൽ പോലും ഭരണഘടനയ്ക്കെതിരായ പരാമർശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നടക്കമുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ BJPക്ക് നിരാശയാണെന്നും മോദിയുടെ നുണയുടെ നിലവാരം ഇടിഞ്ഞു എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. വിദ്വേഷ പ്രസംഗത്തോട് ജനശ്രദ്ധ തിരിക്കാൻ മോദി ശ്രമിക്കുന്നു എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ എന്താണെങ്കിലും ഇതിൽ വിമർശനം ഉന്നയിക്കുന്നത്. വോട്ടിനായി ഒരു ഭാഗത്തെ അധിക്ഷേപിക്കുകയാണെന്നും വിദ്വേഷ പ്രചരണം പ്രധാനമന്ത്രി തുടരുകയാണെന്നും CPM-ഉം വിമർശനം ഉന്നയിക്കുന്നു. അസ്തൂരി ഒവൈസി അടക്കമുള്ള മറ്റു പാർട്ടികളുടെ നേതാക്കളും എല്ലാം ഇതിനെതിരെ എന്താണെങ്കിലും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മോദിയുടെ ഈ പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോഴും ഇത്തരത്തിൽ ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ BJP നേതാക്കളുടെയോ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നില്ല എന്നും ഏറ്റവും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന വിമർശനമാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പാർട്ടികളുടെ ഭാഗത്ത് എന്താണെങ്കിലും ഉയരുന്നത്. BJP ഇക്കാര്യത്തിൽ മറ്റു വിശദീകരണങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നൽകിയിട്ടില്ല. അതേസമയം CA അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എതിർക്കുന്നതും തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് റദ്ദാക്കുമെന്ന് പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ സജീവമായി തന്നെ ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രചരണം വരും ദിവസങ്ങളിൽ ശക്തമാകാനുള്ള സാധ്യതയും ഉണ്ട്. സുജയ്, എന്താണെങ്കിലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോയിട്ടില്ല. പക്ഷേ മറ്റ് പല ആളുകളും അല്ലെങ്കിൽ വ്യക്തികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമെയിൽ മുഖേനയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതി നൽകുന്നുണ്ട് എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്.